അത് വെറും 2000 രൂപ വരും. 2000 2500 3000 രൂപ കടയിലുണ്ട്. 2,500 1500. ഇത് 2,500 അല്ലേ? ഇത് എത്ര? 600 അല്ലേ? 600. അത് 300 350. ഇത് 600. ഇത് 10. ഈ ടാബ് എത്രയാണ്? 100 രൂപ. ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സിനും അൻസിക ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയിട്ട് ഞങ്ങൾ തിരൂര് ഗൾഫ് ബസാറിൽ പോയിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. ഇത് പിന്നെ നിങ്ങൾ ഇത് വരുന്നത് കടയിൽ വരുന്നത് 60 രൂപ, ഇത് 40 രൂപ. 40. ഇത് കടയിൽ ഇത് OTG പവർ ബാങ്ക് കേബിള് ഇത് വരുന്നത് പിന്നെ കടയിൽ 50, ഇവിടെ 40. കേബിള് വരുന്നത് C ടൈപ്പ്. ഇത് വരുന്നത് കടയിൽ വരുന്നത് 80. ഇവിടെ വരുന്നത് പിന്നെ 50. ടോർച്ച് എത്ര? ടോർച്ച് വരുന്നത് 250. അതിൻ്റെ കൂടെ ചാർജ് ഉണ്ടാവും. 250. 250 വിത്ത് ചാർജർ ഉണ്ടാവും. കഴിഞ്ഞ ഫ്രൈഡേ മാർക്കറ്റിന്റെ വീഡിയോയിൽ കുറേ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂസ്ഡ് ഫോണിന്റെ വീഡിയോസ് ചെയ്യാവുന്ന. അപ്പോൾ ഞങ്ങൾ വലിയൊരു കച്ചവടക്കാരെ എടുത്തു വന്നാണ് മാക്സിമം വീഡിയോസ് എടുത്തിട്ടുള്ളത്. സാംസങ്ങിന്റെ അത് വെറും 2000 രൂപ വരും. 2000 2500 3000 രൂപ കടയിലുണ്ട്. വാറണ്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വാറണ്ടി ഒരു കാര്യമില്ല. ഇവിടെ നമ്മൾ പിള്ളേരാവരുത്, നമ്മൾ ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോവുക. ഇതൊക്കെ സാംസങ്ങിന്റെ ഈ ഫോണോ? ഇത് ഫോൺ മോഡൽ? 6000 രൂപ. ഇത് മോഡൽ ഏതാ? ഇത് A70 ആണ്. A70 പെട്ടി പീസ് ഇത് 24,500 വരെ ഉണ്ട്. ഇത് 3000 രൂപ നോക്കുന്നത്. ഐറ്റൽ 3000 പാഞ്ഞെടുക്കും. സ്റ്റാർട്ടിങ് ഏതാ വരുന്ന ഫോണ്? സ്റ്റാർട്ടിങ് ഇവിടെ ഉണ്ട് സാധനം. എത്ര? ഒരു മിനിറ്റ്. ചെറുതൊക്കെ പോയിക്കണ്. സ്റ്റാർട്ടിങ് ചെറുതുകളുണ്ട് 300 350 400 ഇത് 800. ആൻഡ്രോയിഡ് ഫോൺ സ്റ്റാർട്ടിങ് എത്ര വരുന്നത്? ആൻഡ്രോയിഡ് ഇത് ഇതുമ്മ കൂട്ടിക്കോ 800. ഇതിന് 800. ഇത് 1000 കൊടുക്കും. അത് 4G ആണ്. ഇതും 4G അല്ലേ? ഇത് 1000 അല്ലേ? അത് J2 ആണ്. 1000 രൂപ കൊടുക്കും. അത് ഇത് ഗ്രാൻഡ് പ്രൈം. ഇത് 1500 1200 300 2,500 1500. ഇത് 2,500 അല്ലേ? MIയുടെ ഇത് 1500. ഇതേതാ ഫോണ്? ഹുവായി ഇൻഫിനിക്സോ 5 രൂപ. ടാബ് ആകുമ്പോഴാ? ടാബ് ആകുമ്പോൾ 500. ടാബ് ഇത് വെള്ളിയാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ വലിയൊരു കച്ചവടക്കാരുള്ളത്. ബാക്കിയുള്ള ദിവസമൊക്കെ ഷോപ്പ് മാത്രമേ ഓപ്പണിങ് വേണ്ടിയുള്ളൂ. അപ്പോൾ വലിയൊരു കച്ചവടക്കാരുടെ അടുത്താണ് കുറച്ചുകൂടെ വിലക്കുറവ് തോന്നിക്കുന്നത്. ഈ ഷോപ്പിനേക്കാളും ഇവരിൽ യൂസ്ഡ് ഫോണിന് നല്ല വിലക്കുറവുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഏത് ടാബ് എടുത്താലും റേറ്റ് വരുന്നത് 500 രൂപ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ വലിയൊരു കച്ചവടക്കാരെടുത്ത് പിന്നീട് നോക്കിയത് ഇങ്ങനത്തെ സ്പീക്കർ പോലത്തെ ഉപകരണങ്ങളാണ്. സ്പീക്കറിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള സ്റ്റാർട്ടിങ് 150 രൂപയാണ്. ചെറിയ സ്പീക്കറിനാണ് ആ റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്ലാസ്കിനൊക്കെ റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ്. ഈ ചെയറില്ലേ ഇതിന് റേറ്റ് വരുന്നത് 1,300 അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന പാനസോണിക്കിന്റെ സ്പീക്കർ വന്നിട്ടുള്ളത് 750 രൂപയാണ്. സ്പീക്കറിനും പല വിലയാണ് വരുന്നത്. 100 150 250 550 750 അങ്ങനെ പല റേറ്റാണ് വരുന്നത്. തന്നെ VCR DVD റേഡിയോ ടേപ്പുകൾ അങ്ങനെ പല ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. പലതിനും പല റേറ്റാണ്. പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ ഷോപ്പിലേക്കാണ്. അപ്പോൾ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടുവരുന്ന സ്പ്രേ ഇല്ലേ റോയലിൻ്റെ, അതിന് റേറ്റ് വന്നിട്ടുള്ളത് 500 രൂപ റേറ്റാണ്. അപ്പോൾ ഇത് ഒറിജിനൽ സാധനം തന്നെയാണ്. നമ്മളിപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ സാധനങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ തിരൂര് ഗൾഫ് ബസാറിൽ നിന്നാണ് കൂടുതൽ സാധനങ്ങൾ എടുക്കണത്. ഗൾഫുകാരായാലും ഒക്കെ കൂടുതൽ സാധനങ്ങളും എടുക്കണം ഇവിടെ നിന്നാണ്. അപ്പോൾ മിഠായിയൊക്കെ ഇവിടുന്ന് തൂക്കത്തിനാണ് വാങ്ങിക്കണത്. പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ സെറാമിക്കിൻ്റെ പാത്രങ്ങളിലേക്കാണ്. ഈ പാത്രത്തിന് റേറ്റ് വന്നിട്ടുള്ളത് 220 രൂപയാണ്. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്, ക്വാണ്ടിറ്റിയും തോന്നിക്കുന്നുണ്ടായിരുന്നു. ഈ സെറാമിക്കിൻ്റെ 6 കപ്പിന് റേറ്റ് വരുന്നത് 100 രൂപ റേറ്റാണ്. ആ ചെറിയ സെറാമിക്കിൻ്റെ പാത്രമില്ല, ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ടുള്ള അതിന് റേറ്റ് വന്നത് 120 രൂപയാണ്. കപ്പിൻ്റെ കുറേ കളക്ഷനുണ്ട്. ഈ മഞ്ഞ മൂടി വരുന്ന സെറാമിക്കിൻ്റെ പാത്രമില്ല, അതിന് റേറ്റ് വന്നിട്ടുള്ള 100 രൂപ റേറ്റാണ്. ഇതൊക്കെ 100 രൂപ റേറ്റാണ്. പിന്നെ ചെറിയ പാത്രത്തിന് റേറ്റ് വന്നിട്ടുള്ളത് 50 രൂപ റേറ്റാണ്. ഇതിൽ ഏത് സാധനം നമ്മൾ എടുത്താലും 20 രൂപ റേറ്റാണ് വരുന്നത്. 3 പീസായിട്ട് എടുക്കുകയാണെങ്കിൽ 50 രൂപ റേറ്റുമാണ് വരുന്നത്.
അപ്പോൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുവാണേ. അപ്പോൾ രാവിലെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയതൊരു 4 മണി ടൈമിലായിരുന്നു. അവിടെ തന്നെ തിരക്ക് കുറവായിരുന്നു. ഇപ്പോഴത്തെ മോഡലിലുള്ള ട്രെൻഡായിട്ടുള്ള കുപ്പികളാണ്. ഇതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള സ്റ്റാർട്ടിങ് ആണ് 100 രൂപ റേറ്റാണ്. പിന്നെ ചെറിയ സ്പീക്കറും ഉണ്ട് ഇവരുടെ അടുത്ത്. അതിന് റേറ്റ് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 200 രൂപ റേറ്റാണ്. എമർജൻസിക്ക് റേറ്റ് തുടങ്ങുന്നത് 200 രൂപ റേറ്റാണ് സ്റ്റാർട്ടിങ്. ഞങ്ങൾ നോക്കിയത് പിന്നെ ഫോണിൻ്റെ കളക്ഷനിലേക്കാണ്. ഇവരുടെ അടുത്തുള്ള ഫോണിനായാലും ടാബിനായാലും അതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി എടുത്ത് പറയാനുള്ളതാണ്. നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ ടച്ച് പാഡൊക്കെ നല്ലപോലെ വർക്ക് ആവുന്നുണ്ടായിരുന്നു. ഇവർ വാറൻറ്റിയും കാര്യമൊക്കെ തരുന്നുണ്ട്. 7 ദിവസത്തെ ചെക്കിങ് വാറൻറ്റിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ടൈം. അതെത്ര? 2200. വാറണ്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വാറണ്ടി ഉണ്ട്. 8 ദിവസം വാറണ്ടി നമ്മൾ ഷോപ്പ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. 8 ദിവസം ഷോപ്പ് വാറണ്ടി. വാറണ്ടി വരുന്നത് 8 ദിവസത്തെ ഷോപ്പ് വാറണ്ടിയാണ് തരുന്നത്. ഈ കാക്കാൻ്റെ നമ്പർ ഞങ്ങൾ വീഡിയോയിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കാവേ. അപ്പോൾ ആവശ്യമുള്ളവർ ഈ കാക്കാനെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഇത് 2200. ഇതൊക്കെ ആകുമ്പോൾ റെഡ്മി ആകുമ്പോഴോ? ഇത് 4200. പോക്കോയുടെ ആകുമ്പോഴോ? അത് 5500. ഇത് 5G സെറ്റ് വല്ലതും ഉണ്ടോ? 5G സെറ്റ് റെഡ്മി 5G. ഇതെത്ര? അത് 7,800. വിവോയാ? വാറണ്ടി ബാക്കിയുള്ള വാറണ്ടി ബാലൻസ് ഉള്ള. സാംസങ് ഇത് ഏത് മോഡൽ? അത് 7000. ഏത് മോഡൽ ഏതാ? അത് A32. 5G അല്ലേ? കാക്കാൻ്റെ അടുത്ത് കുറേ ഫോണിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് നല്ലപോലെ കാക്ക ഫോണിൻ്റെ പേരും അതുപോലെ ഫോണിൻ്റെ ബ്രാൻഡും എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു. ഫോണിനെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെ വലുതായിട്ട് അറിയില്ല. അപ്പോൾ ഫോണിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയതൊരു 5 മണി ടൈമിലായിരുന്നു. ആ ടൈമിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ അതെ ഈ കട്ടർ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് 100 രൂപ റേറ്റാണ്. നല്ലതുപോലെ നമുക്ക് ഇതിനകത്ത് പച്ചക്കറിയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കിതൊരു യൂസ്ഫുൾ തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് രാവിലെയൊക്കെ എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ ധൃതി വെച്ച് രാവിലെ പോണ ആൾക്കാരാണ്. എനിക്കൊക്കെ മോനെ സ്കൂളിലാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ. അപ്പോൾ ഞാനൊക്കെ ധൃതി വെച്ചാണ് രാവിലെ പച്ചക്കറി അരിയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മെഷീൻ ഇങ്ങനത്തെയൊക്കെ കിട്ടി നമുക്കൊരു യൂസ്ഫുൾ. കട്ടർ കാണുവാണെങ്കിൽ മേടിച്ചോളി. അതൊരു വെറൈറ്റി കട്ടർ തന്നെയാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ അതിൽ റേറ്റ് കൂടുന്നുണ്ട്. ഇവരുടെ അടുത്തൊക്കെ കുറേ കളക്ഷൻ ഉണ്ട്. ഐഫോണൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് തന്നെ 3000 രൂപ ആ റേറ്റിലൊക്കെയാണ് സ്റ്റാർട്ടിങ് റേറ്റ് തന്നെ തുടങ്ങുന്നത്. ഈ ഫോണിന് റേറ്റ് പറഞ്ഞത് 4000 രൂപയാണ്. അപ്പോൾ ഇവരുടെ അടുത്ത് കുറേ ഫോണുണ്ട്. അപ്പോൾ നമ്പർ ഞങ്ങൾ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ഈ വീഡിയോയിൽ തന്നെ ഞങ്ങൾ നമ്പർ മെൻഷൻ ചെയ്തേക്കാം. ആവശ്യമുള്ളവരപ്പോൾ വിളിച്ചാൽ മതിയാവും. മാർക്കറ്റിനുള്ളിലേക്ക് ഇങ്ങനെ വരിയോര കച്ചവടക്കാർ ഒരുപാട് പേരിരിപ്പുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് മിക്ക ആൾക്കാരുടെ കയ്യിലും ഇങ്ങനെ യൂസർ ഫോൺ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഐപാഡിന് റേറ്റ് പറഞ്ഞിട്ടുള്ള 6000 രൂപയാണ്. ഇതിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ കീപാഡൊക്കെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അതുപോലെ നല്ല എക്സ്ട്രാ വെയിറ്റിംഗ് ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. സാധാ ടാബുകളെ എടുത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഐപാഡിൻ്റെ ടാബിന് നല്ല വെയിറ്റ് ഒക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഫോണില്ലേ ഇതിനൊക്കെ റേറ്റ് വന്നിട്ടുള്ള സ്റ്റാർട്ടിങ് 2000, 3000 ആ റേറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫോണിനൊക്കെ റേറ്റ് പറയുന്നത് 3000 രൂപയാണ്. എത്ര? 5 രൂപ. റെഡ്മിക്ക് എത്ര? 7000. റെഡ്മി. ഇത് റിയൽമിയുടെ എത്ര? എത്ര? 9. ഇപ്പോൾ ഓരോ ഫോണിനും ഓരോ റേറ്റാണ്. പല ഫോണുകൾക്കും ഇപ്പോൾ പല റേറ്റ് വരുന്നുണ്ട്. ഈ ഐഫോണിന് റേറ്റ് വരുന്നത് 6000 രൂപയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഞങ്ങളൊന്ന് ഓൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഡിസ്പ്ലേ ഒക്കെ നല്ലതായിട്ട് വർക്കിംഗ് ഒക്കെ ആയിരുന്നു. നല്ല ഫോൺ തന്നെയാണ്. നമുക്കിങ്ങനെ സെക്കൻഡ് ഫോണൊക്കെ എടുക്കണമെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. തിരൂരൊക്കെ ആകുമ്പോൾ നല്ല ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഇതെത്ര? എക്സ് 8 രൂപ. ഫ്രണ്ട്സ് ഇങ്ങനെ കമൻറ്റിലൊക്കെ പറയുന്നുണ്ട്. നമ്മൾ തിരൂരത്തെ വീഡിയോ ഇടുമ്പോൾ കമൻറ്റിൽ പറയുന്നുണ്ട് ഇതൊക്കെ വെറുതെയാണ്, അതായത് ക്വാളിറ്റി ഒക്കെ കുറവാണ്. അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. പിന്നെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നോക്കിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. നല്ല ക്വാളിറ്റി ഉണ്ട്, ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട്. ഇത് 2500. ഇത്
ഇവരുടെ അടുത്തൊക്കെ നല്ല തിരക്കും ഉണ്ട്, ആൾക്കാരൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. $2 റെഡ്മി ഇതും 2000. ഇതൊക്കെ 3 ഫോണുകളായിരുന്നു. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വിലക്കുറവായിരുന്നു. ഒരു ഫോണിന് 2000, 2 ഫോണിന് 3000 രൂപ റേറ്റാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ടച്ച് ഫോണിൻ്റെ വീഡിയോസ് അല്ലേ കണ്ടത്. അപ്പോൾ ഈ ടച്ച് ഫോണൊക്കെ വരുന്നതിന് മുമ്പ് കീപാഡുള്ള ഫോണല്ലായിരുന്നോ? അപ്പോൾ അതിൻ്റെ റേറ്റും കൂടെ നമുക്കൊന്ന് അറിഞ്ഞാലോ. കീപാഡ് ഉള്ള ഫോണിൽ നോക്കിയൻ്റെ ഫോണായിരുന്നു കൂടുതൽ കണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റേറ്റും കാര്യം ചോദിക്കാം. ഇതൊക്കെ 300, 200 ഒക്കെ വരുന്നത് കേട്ടോ. വാച്ചൊക്കെ എത്രയാക്കാ? 120 രൂപ വാച്ച്. 120, 150. ഇതൊക്കെ 150 വാച്ച്. ബാറ്ററിയോ സാംസങ്ങിന്റെ അതിനെത്ര 50? ഈ കാണുന്ന മൊബൈൽ കവറൊക്കെ ഇല്ലേ, ഒക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് വെറും 20 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് കളക്ഷൻ ഉള്ളായിരുന്നു. ഞങ്ങൾ പോയത് വൈകുന്നേരം ടൈമല്ലേ, അതുകൊണ്ട് തന്നെ ഒത്തിരി കളക്ഷൻ കുറവ്. എമർജൻസിക്കൊക്കെ റേറ്റ് പറഞ്ഞത് 350 രൂപയാണ്. ബൾബിന് റേറ്റ് പറഞ്ഞത് 100 രൂപയാണ്. ഇവരുടെ അടുത്ത് തന്നെ ഹെഡ്സെറ്റിന്റെ കളക്ഷൻ, എമർജൻസി ലൈറ്റ്, സാധാ ലൈറ്റ്, അങ്ങനെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ എമർജൻസി ലൈറ്റിനൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 100 രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാരി കൂട്ടിയിട്ടേക്കാണ്. ഫ്രൈഡേ മാർക്കറ്റ് രാവിലെ 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ടൈമിൽ വരുവാണെങ്കിൽ നമുക്ക് ഒത്തിരി കളക്ഷനുകൾ വാങ്ങിക്കാവുന്നതാണ്. ഇത് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കുറേ കളക്ഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. വൈകുന്നേരം ടൈമിലാണ് കൂടുതൽ തിരക്ക് വരുന്നത്. ആ ടൈമിൽ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. എന്നാലും രാവിലെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ കാണുന്ന ടീഷർട്ടൊക്കെ ഇല്ലേ, ഇതൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 100 രൂപ റേറ്റാണ്. ഇതിൽ തന്നെ കളക്ഷനുകൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ തന്നെ. പിന്നെ ഞങ്ങൾ നോക്കിയത് കാർഗോസിലേക്കാണ്. കാർഗോസിന് ഒരു റേറ്റ് പറഞ്ഞത് 300 രൂപയാണ്. 300, 400 ആ റേറ്റാണ് പറഞ്ഞത്. വൈകുന്നേരം ആകുമ്പോൾ കുറച്ചുകൂടെ വില കുറയുന്നുണ്ട്. നമ്മളിപ്പോൾ പുറത്തെ കടയിൽ നിന്നൊക്കെ ഇതുപോലെ ഒരു കാർഗോസ് എടുക്കുകയാണെങ്കിൽ റേറ്റ് നമുക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു കുറഞ്ഞതിന് തന്നെ ഒരു 600 രൂപ റേറ്റ് ഒക്കെ ആവുന്നുണ്ട്. എന്നാൽ ഇവിടെ 400 രൂപ റേറ്റേ വരുന്നുള്ളൂ. ഈ പാൻ്റൊക്കെ എത്ര? 100 രൂപ പാൻറ്. ജീൻസിൻ്റെ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു ഇവരുടെ അടുത്ത്. അപ്പോൾ ഇതിൽ ഏത് ജീൻസ് നമ്മൾ എടുത്താലും 100 രൂപ മാത്രമേ വരുന്നുള്ളൂ. ബാക്കിലോട്ടും ഉണ്ട് ജീൻസിൻ്റെ കളക്ഷന്. മൂപ്പരപ്പോൾ എടുത്തൊന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷർട്ടിൻ്റെ കളക്ഷനിലേക്ക് വരുമ്പോൾ ഏത് ഷർട്ട് എടുത്താലും 100 രൂപ റേറ്റാണ് വരുന്നത്. ജീൻസിൽ തന്നെ കുറേ കളറുകളുണ്ടായിരുന്നു. പാൻറ് ഉണ്ടായിരുന്നു, പിന്നെ ജീൻസിൽ തന്നെ ബ്ലൂ കളറ്, ബ്ലാക്ക് കളറ്, അങ്ങനെ ഹാഷ് കളർ, അങ്ങനെ കുറേ കളറുകളും ഉണ്ടായിരുന്നു. ഷർട്ടൊക്കെ ഇങ്ങനെ വാരി കൂട്ടിയിട്ടേക്കും. പിന്നെ നമ്മൾ നോക്കിയെടുക്കണം. ഏത് സാധനം എടുത്താലും നമ്മൾ നോക്കിയെടുക്കേണ്ടതുണ്ട്. ജസ്റ്റ് ഒന്ന് മൂപ്പര് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണുന്ന ഷർട്ടൊക്കെ ഇല്ലേ, ഇതിനൊക്കെ റേറ്റ് വരുന്നത് 300 രൂപയാണ്. ഇതൊക്കെ 300 രൂപ ഷർട്ടാണ്. ഇത് തന്നെ ഒത്തിരി കളക്ഷൻ ഉണ്ട്. ഇപ്പോൾ പുറത്തെ കടയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഷർട്ടൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഒരു 500 റേറ്റൊക്കെ വരുന്നുണ്ട്. ഒരു 400 വരുന്നുണ്ട്. അപ്പോൾ ഇത് 300 രൂപയ്ക്ക് നല്ല റേറ്റ് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. വലിയൊരു കച്ചവടക്കാരുടെ കയ്യിൽ 6 കയ്യിൽ നമ്മൾ ഷർട്ട് എടുത്താലും ഇങ്ങനത്തെ ഷർട്ടിനൊക്കെ 300 രൂപ റേറ്റാണ് വരുന്നത്. പിന്നെ 100 രൂപ ടൈപ്പ് ഷർട്ടുണ്ട്, 200 രൂപ ടൈപ്പ് ഷർട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ നോക്കിയത് ചെരുപ്പിൻ്റെ കളക്ഷനിലേക്കാണ്. ഇതിൽ ഏത് ചെരുപ്പ് എടുത്താലും കുട്ടികളുടെ ചെരുപ്പിന് റേറ്റ് വരുന്നത് 50 രൂപ റേറ്റാണ്. അപ്പോൾ ഏത് ചെരുപ്പ് എടുത്താലും 50, 100 ആ റേറ്റാണ് വരുന്നത്. ചെരുപ്പൊക്കെ ഇങ്ങനെ വാരി കൂട്ടിയിട്ടേക്കാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ ഷൂസിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു. കുട്ടികളിവിടെ ക്യൂട്ടായിട്ടുള്ള ഫ്രോക്കില്ലേ, ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് 100 രൂപ റേറ്റാണ്. വൈകുന്നേരം ടൈം ആയതുകൊണ്ട് തന്നെ മൂപ്പരെല്ലാം എടുത്ത് വെക്കുന്ന ടൈമായിരുന്നേ. അപ്പോൾ കുറച്ച് കളക്ഷൻ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളായിരുന്നു. അന്ന് ജീൻസിനൊക്കെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് 400, 600 ആ റേറ്റാണ്. ഷർട്ടിനൊക്കെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് 300, 400 ആ റേറ്റായിരുന്നു ഷർട്ടിനൊക്കെ റേറ്റ് പറഞ്ഞത്. പലയിടത്തും പല റേറ്റാണ് ഉണ്ടായിരുന്നു. റേറ്റ് കൂടുതലുണ്ടായിരുന്നു, കുറവുണ്ടായിരുന്നു, അങ്ങനെ പല റേറ്റ് വരുന്നുണ്ട്. ഈ കാണുന്ന കത്തികളൊക്കെ ഇല്ലേ, ഇതൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് 10 രൂപ റേറ്റ് മാത്രമാണ്. അപ്പോൾ മൂപ്പരെല്ലാം പെറുക്കി വെക്കണ ഒരു ധൃതിയിലായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഇവർ എല്ലാം കാലിയാക്കി തുടങ്ങുന്നതായിരിക്കും. ഇപ്പം തന്നെ ഒരു 7 മണി ടൈം, 6-7 മണി ടൈമൊക്കെ ആവുന്നുണ്ടായിരുന്നു. കുട്ടികളുടെ ക്യൂട്ടായിട്ടുള്ള ഫ്രോക്കിന് റേറ്റ് പറഞ്ഞത് 150 രൂപ റേറ്റായിരുന്നേ. അപ്പോൾ എന്നാലും എന്തെങ്കിലുമൊക്കെ ഇവർ എക്സ്ട്രാ കുറച്ച് തരുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന ഫ്രോക്കിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്. അപ്പോൾ കളർ ചേഞ്ചിങ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കിയെടുക്കാവുന്നതാണ്. ജീൻസിനൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 100 രൂപ റേറ്റാണ്. ഇച്ചിരി വിലക്കുറവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റി. നമുക്ക് തിരൂർ
കോഴിക്കോടിനെ പോലെ തന്നെ തിരൂരും അതുപോലെ തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതെൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം മാത്രമാണ്. പിന്നീട് ഞങ്ങൾ നോക്കിയത് ഗ്യാസ് സ്റ്റോവിലേക്കാണ്. പിന്നെ പലതിനും പല റേറ്റാണ്. 700, 1000, 2000 അങ്ങനെ പല റേറ്റ് വരുന്നുണ്ട്. കാണുന്ന 3 ഗ്യാസ് അടുപ്പ് വരുന്ന സ്റ്റൗവില്ലേ, അതിന് റേറ്റ് വന്നിട്ടുള്ളത് 2000 രൂപയാണ്. മിക്സിക്കൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് 800 രൂപയാണ്. മിക്സീൻ്റെ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. മൂപ്പരടുത്ത് തന്നെ വാച്ചിൻ്റെ കളക്ഷനും മോതിരത്തിൻ്റെ കളക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ ടോയ്സിലേക്കാണ്. ഈ കാണുന്ന വലിയ ടോയ്സിൽ ജീപ്പ്, അത് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അതിന് റേറ്റ് വന്നിട്ടുള്ളത് 150 രൂപയാണ്. അപ്പോൾ നല്ല ജീപ്പായിരുന്നു. ഇത് ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡാമേജ് പീസൊന്നുമല്ല, അത് ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ടോയ്സിന് റേറ്റ് വന്നിട്ടുള്ളത് 100 രൂപ റേറ്റാണ്. അത് അത്യാവശ്യം ചെറുതൊന്നുമല്ല, അത്യാവശ്യം വലിപ്പമൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ടോയ്സിനൊക്കെ 100 രൂപ റേറ്റാണ് പറഞ്ഞത്. ആ 150 കാണിച്ച ആ ജീപ്പിൽ അത് നല്ല ലാഫായിട്ടൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. 150 രൂപയ്ക്ക് നല്ല വിലക്കുറവായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ നോക്കിയത് ടീഷർട്ടിൻ്റെ ഒക്കെയാണ്. അപ്പോൾ ടീഷർട്ടിന് റേറ്റ് വന്നിട്ടുള്ളത് 100, 50 ആ റേറ്റാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ സ്ക്രീൻ ഗാർഡുകൾ ഇങ്ങനെ വാരി കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതിന് റേറ്റ് വന്നിട്ടുള്ള ഒരെണ്ണത്തിന് റേറ്റ് 20 രൂപ റേറ്റാണ്. ഏത് സ്ക്രീൻ ഗാർഡ് നമ്മൾ എടുത്താലും 20 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മാറുവാണെങ്കിൽ ഇങ്ങനത്തെ സ്ക്രീൻ ഗാർഡിനൊക്കെ ഒരെണ്ണത്തിന് തന്നെ 100 രൂപ റേറ്റൊക്കെ വരുന്നുണ്ട്. പിന്നീട് ഞങ്ങൾ നോക്കിയത് ഹെഡ്സെറ്റിൻ്റെ കളക്ഷനിലേക്കാണ്. 20 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ഹെഡ്സെറ്റിന് വില വരുന്നത്. ഈ കാണുന്ന വാച്ചില്ലേ, അതിന് റേറ്റ് വന്നിട്ടുള്ളത് 350 രൂപയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഞങ്ങളിനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്